എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് നമ്മുടെ പ്രോ ഡ്രൈവർ ഗ്രാൻഡ്മ ആളാണെങ്കില് ആ ട്രെയിൻ അതങ്ങനെ ചീറി പായിപ്പിച്ച് കനാല് വഴി ഇപ്പോ ഒരു ടണലിലേക്ക് കൊണ്ടുപോകും. ഗ്രാൻഡ്മ പറയും, നമുക്ക് ഈ ടണൽ വഴിയാണ് മുൻപോട്ട് പോവേണ്ടത്. ട്രെയിൻ വീണ്ടും വീണ്ടും ഇപ്പൊ താഴേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻപിൽ നിൽക്കുന്ന നമ്മുടെ ലൂഫിയുടെ വായിലും മൂക്കിലും ഒക്കെ അങ്ങനെ വെള്ളം ഇടിച്ചു കയറും. നാമി വിളിച്ചു പറയും, ലൂഫി അകത്തേക്ക് വാ, ട്രെയിനിന് നല്ല സ്പീഡാണ്, നിന്റെ വായിലും മൂക്കിലും വെള്ളം കയറി നിനക്ക് വയ്യാതാവും. പക്ഷെ ലൂഫി ക്യാഷ്വലായിട്ട് നിൽക്കും. അവൻ പറയും, എനിക്ക് ഒരു കുഴപ്പമില്ല, ഇവിടെ നിന്നാ നല്ല എൻജോയ്മെന്റ് ആണ്. നാമി ഒഴിച്ച് ബാക്കി എല്ലാവരും ആ ഒരു ട്രിപ്പ് ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോഴായിരിക്കും ഫ്രാങ്കി ഫാമിലി അവരവിടേക്ക് വരിക. അവരാണെങ്കിൽ ആ ബുൾസുമായിട്ട് നല്ല സ്പീഡില് ഇപ്പൊ ട്രെയിനിന്റെ തൊട്ട് പുറകിൽ വരും. അതിനുശേഷം അമ്പൊക്കെ ഉപയോഗിച്ച് ട്രെയിനിൽ കണക്ട് ചെയ്ത് വമ്പ സ്പീഡില് ട്രെയിനിന്റെ പിന്നാലെ തന്നെ വരും. അല്പസമയം കഴിയുമ്പോ ഇപ്പൊ നമ്മുടെ ലൂഫി അവനാകെ വണ്ടടിക്കും. ഈ ട്രെയിനിന് ഇത്രയും സ്പീഡേ ഉള്ളോ, ആമ പോലും നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോവാണ്, ഇതാണോ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്രയും സ്പീഡുള്ള ട്രെയിൻ എന്ന് ചോദിച്ച് ലൂഫി ഗ്രാൻഡ്മയെ നോക്കി കളിയാക്കും. അത് കേട്ട് ഗ്രാൻഡ്മ ചിരിക്കും. ട്രെയിൻ പാളത്തിലേക്ക് കയറിയാൽ മാത്രമേ അതിന്റെ റിയൽ സ്പീഡ് അത് റിവീൽ ആവൂ. ട്രെയിൻ പാളത്തിലേക്ക് കയറുന്നത് വരെ നീ വെയിറ്റ് ചെയ്യ്, അത് കഴിഞ്ഞ ഇതിന്റെ സ്പീഡ് കണ്ട് നീ ഞെട്ടുന്നു പറഞ്ഞ് ഗ്രാൻഡ്മ വീണ്ടും വീണ്ടും ഫോഴ്സ് കൊടുത്ത് ട്രെയിൻ ആ പാളത്തിന്റെ അടുത്തേക്ക് അടുപ്പിക്കും. ഇവിടെ ഗ്രാൻഡ്മയാണെങ്കിൽ അടുത്ത സെക്കൻഡ് ആ റെയിൽവേ ട്രാക്ക് കണ്ടുപിടിക്കും. ഗ്രാൻഡ്മ വർഷങ്ങൾക്ക് മുൻപ് ഈ ട്രെയിനുകൾ ഉണ്ടാക്കുമ്പോഴും ട്രാക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഒക്കെ തന്നെ ടോമിയുടെയും ഐസ്ബർഗിന്റെയും ഫ്രാങ്കിയുടെയും കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ട്രാക്ക് എവിടെയാണ്, എവിടെ സ്റ്റാർട്ട് ചെയ്യും, എൻഡ് ചെയ്യും, എവിടേക്കൊക്കെ പോകും എന്ന് കറക്റ്റ് ആയിട്ട് ഗ്രാൻഡ്മയ്ക്ക് അറിയാം. ഗ്രാൻഡ്മ വിളിച്ചു പറയും, ഏതാനും നിമിഷങ്ങൾക്കുള്ളില് അതിന്റെ ട്രാക്കിലേക്ക് കയറും, സ്പീഡ് വളരെ കൂടുതലായിരിക്കും, ലൂഫി പിടിച്ചിരുന്നില്ലെങ്കിൽ നീ തെറിച്ചു പോവും. ഗ്രാൻഡ്മ കഷ്ടപ്പെട്ട് വണ്ടി ആ ട്രാക്കിലേക്ക് കയറ്റും. പക്ഷേ അക്വാലോഗിന്റെ വേവ്സ് അത് വളരെ ഫാസ്റ്റില് ട്രെയിനിൽ ആഞ്ഞടിക്കും. ആ ഒരു ഇടിയില് ട്രെയിൻ വീണ്ടും വീണ്ടും പാളം തെറ്റും. പക്ഷെ ഗ്രാൻഡ്മ വിട്ടുകൊടുക്കില്ല. അവര് ഫുൾ സ്ട്രെയിനും പവറും എടുത്ത് ട്രെയിൻ ആ ട്രാക്കിലേക്ക് തന്നെ കയറ്റും. അപ്പോഴായിരിക്കും പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കുക. അത് മറ്റാരുമല്ല, ഗ്രാൻഡ്മയുടെ പേരക്കുട്ടിയും അവളുടെ പെറ്റും. അവള് വിളിച്ചു പറയും, ഗ്രാൻഡ്മ സൂപ്പർ, അങ്ങനെ തന്നെ ഫുൾ പവറില് ട്രെയിൻ മുൻപോട്ട് കൊണ്ടുപോകും. ഗ്രാൻഡ്മയാണെങ്കില് അവളെ കണ്ട് ഷോക്കാവും. നീ എങ്ങനെ ഈ തീവണ്ടിയിൽ കയറി പറ്റി? അതിനവരാണെങ്കില് അങ്ങനെ പൊട്ടിച്ചിരിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അവരിപ്പോ ഉള്ളത് ആ ട്രെയിനിന്റെ മുകളിലാണ്. ഗ്രാൻഡ്മ വിളിച്ചു പറയും, നീ ദയവ് ചെയ്ത് ട്രെയിനിന്റെ അകത്തേക്ക് കയറ്. അവള് പറയും, ഞങ്ങൾക്ക് ഇവിടെയാണ് ഇഷ്ടപ്പെട്ടത്, ഇവിടെ ഇരുന്ന നല്ല അഡ്വഞ്ചർ ആണ്, സൂപ്പർ കാഴ്ചയൊക്കെ കാണാന്ന് പറയുമ്പോഴേക്കും ട്രെയിൻ ആണെങ്കിൽ അതിന്റെ ട്രാക്കിലേക്ക് കയറി നല്ല രീതിയിൽ ഒന്ന് ജെർക്കാവും. ആ ഒരു ജെർക്കിങ്ങില് ആ പെൺകുട്ടി അങ്ങനെ തെന്നി താഴേക്ക് പോവും. പക്ഷെ ജസ്റ്റ് മിസ്സിന് അവളൊരു കമ്പിയിൽ തൂങ്ങിക്കിടക്കും. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ രക്ഷിക്കണേ എന്നും പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങും. അത് കണ്ട് ഗ്രാൻഡ്മ അവര് ബ്രേക്ക് അപ്ലൈ ചെയ്യും. പക്ഷെ ആ ബ്രേക്ക് അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. ഉടനെ ലൂഫിയോട് ഇപ്പൊ ഗ്രാൻഡ്മ വിളിച്ചു പറയും, എന്റെ പേരക്കുട്ടിയും അവളുടെ പെറ്റും അവർ രണ്ടുപേരും ട്രെയിനിൽ തൂങ്ങിക്കിടക്കുകയാണ്, എങ്ങനെയെങ്കിലും അവരെ പിടിച്ചു കയറ്റി ട്രെയിനിന്റെ അകത്തേക്ക് വിട്. ഗ്രാൻഡ്മ അത് പറയുമ്പോഴേക്കും ട്രെയിൻ നല്ല സ്പീഡില് കുതിച്ച് മുൻപോട്ട് പോകും. ഉടനെ ലൂഫിയും കുഞ്ഞിപ്പെണ്ണും അവളുടെ പെറ്റും അവര് 3 പേരും അങ്ങനെ നിയന്ത്രണം വിട്ട് തെറിച്ചുപോയി ആ ഫ്രാങ്കി ടീമിന്റെ ദേഹത്ത് പോയി ഇടിച്ച് അങ്ങനെ നിൽക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ റെയിൽവേ ഉദ്യോഗസ്ഥര് അവർ രണ്ടുപേരും ബൈനോക്കുലറിലൂടെ ഗ്രാൻഡ്മ ട്രെയിൻ ഓടിക്കുന്നത് അങ്ങനെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കും. കട്ട് ചെയ്ത ഐസ്ബർഗ് ഗ്രാൻഡ്മ പറഞ്ഞ ഓരോ കാര്യങ്ങളായിട്ട് ആലോചിച്ചു കൊണ്ടേയിരിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കില് ഗ്രാൻഡ്മയും ഐസ്ബർഗും അങ്ങനെ എല്ലാവരും കരുതിയിരുന്നത് ഫ്രാങ്കി ആ ട്രെയിൻ തട്ടി മരിച്ചു പോയെന്നാണ്. അതിനുശേഷം ഐസ്ബർഗ് ടോമിനും ഫ്രാങ്കിക്കും വേണ്ടി പുതുതായിട്ട് ഒരു ഷിപ്പിംഗ് യാർഡ് തന്നെ ക്രിയേറ്റ് ചെയ്യും. അതാണ് ഗാലില കമ്പനി. മാത്രമല്ല ടോം അവനെ ഏൽപ്പിച്ച ആ ഒരു ബ്ലൂ പ്രിന്റ് അതും അവൻ സേഫായി അവരുടെയും കയ്യിൽ പെടാതെ ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ചു. അതിനുശേഷം 4 വർഷത്തിന് ശേഷമാണ് അവനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കട്ടി ഫ്ലേം അല്ലെങ്കിൽ ഫ്രാങ്കി അവൻ ജീവനോട് കൂടെ തിരികെ എത്തിയത്. ഐസ്ബർഗ് ആണെങ്കിൽ അവനെ കണ്ട് അങ്ങനെ ഫ്രീസ് ആയി പോവും. അവനെ കൊണ്ട് അത് വിശ്വസിക്കാൻ കഴിയില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ആരുടെയും കണ്ണിൽ പെടാതെ ഐസ്ബർഗ് ഫ്രാങ്കിയെ മീറ്റ് ചെയ്തു. ലാസ്റ്റ് ടൈം ഉണ്ടായ ആ ട്രെയിൻ ക്രാഷില് ഫ്രാങ്കിക്ക് ഒരുപാട് അപകടങ്ങള് സംഭവിച്ചിരുന്നു. അതുകൊണ്ട് അവന്റെ ഫുൾ ബോഡിയും അയൺ സ്ക്രാപ്പ് ഉപയോഗിച്ച് അവൻ ആവശ്യമായ രീതിയിൽ ബിൽഡ് ചെയ്ത് സ്ട്രോങ് ആക്കി മാറ്റി. പക്ഷെ ഫ്രാങ്കിക്കാണെങ്കിൽ ഇപ്പൊ ഐസ്ബർഗിനോട് ഒരുപാട് ദേഷ്യമാണ്. ഫ്രാങ്കി ഐസ്ബർഗിനോട് ചോദിക്കും, നീ ഇപ്പോ
ഗവൺമെന്റിന് ഷിപ്പ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തല്ലേ? ഇത്രയും പെട്ടെന്ന് നീ എല്ലാം മറന്നോ? ഗവൺമെന്റ് അവര് കാരണമാണ് നമ്മൾ ഈ ഗതിയിലായത്. എനിക്ക് ആക്സിഡന്റ് സംഭവിച്ചതും ടോമി അദ്ദേഹത്തെ ഇല്ലാതാക്കിയതും എല്ലാം തന്നെ ആ ഗവൺമെന്റ് ആണ്. അതൊക്കെ ഇത്ര പെട്ടെന്ന് നിനക്ക് മറക്കാൻ കഴിഞ്ഞോ? അതിന് ഐസ്ബർഗ് ടെററായിട്ട് ഫ്രാങ്കിയെ നോക്കും. ഇതൊന്നും ഗവൺമെന്റിന്റെ മിസ്റ്റേക്ക് അല്ല, നിന്റെ കയ്യിലിരിപ്പിന്റെ ഫലമാണ് നമ്മൾ എല്ലാവരും അനുഭവിച്ചത്. നീ ഒരാവശ്യമില്ലാതെ ബാഡ് ആയിട്ടുള്ള കുറെ കപ്പൽ നിർമ്മിച്ചു. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊരു ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായത്. ആക്ച്വലി എനിക്ക് നിന്നോട് ഇപ്പോഴും നല്ല വെറുപ്പാണ്. 4 വർഷങ്ങൾക്ക് മുൻപ് ട്രെയിൻ തട്ടി നീ മരിച്ചു പോയെന്നാണ് ഞാനും ഇവിടെയുള്ള ജനങ്ങളും ഗവൺമെന്റും എല്ലാവരും വിശ്വസിച്ചിരുന്നത്. ഫ്രാങ്കി തീർത്തു പറയും, എനിക്ക് നീയുമായിട്ട് പഴയതുപോലെ നല്ലൊരു ബന്ധം അത് കൊണ്ടുപോകാൻ താല്പര്യമില്ല. പക്ഷെ ഒരു കാര്യം നീ മറക്കരുത്, നിന്റെ പേര് അതെല്ലാവർക്കും നന്നായിട്ട് അറിയാം. സോ ഇന്നു മുതൽ കട്ടി ഫ്ലേം എന്നുള്ള നിന്റെ പേര് മാറ്റി ഫ്രാങ്കി എന്നായിരിക്കും നീ അറിയപ്പെടുക. അത് മാത്രമല്ല ടോം, അദ്ദേഹം അവസാനമായിട്ട് എന്നെ ഏൽപ്പിച്ച ആ ബ്ലൂ പ്രിന്റ് അതും ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ആ നേവി ടീം അവർ ഈ ബ്ലൂ പ്രിന്റ് അന്വേഷിച്ച് എന്റെ അടുത്തേക്ക് എത്തും. സോ ഇതെന്റെ കയ്യിലിരുന്ന അത് വലിയ അപകടമാണ്. സോ ഈ ഒരു ബ്ലൂ പ്രിന്റ് അത് നിന്റെ കയ്യിൽ ഇരിക്കുന്നതാണ് എന്തുകൊണ്ടും സേഫ്. പക്ഷെ ഫ്രാങ്കി ദേഷ്യപ്പെട്ടു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരിക്കലും എന്റെ പേര് മാറ്റാനോ ഈ സിറ്റി വിട്ടു പോവാനോ തയ്യാറല്ല. ആ ബ്ലൂ പ്രിന്റ് അത് നിന്റെ കയ്യിൽ തന്നെ ഇരുന്നാ മതി. ആ ഗവൺമെന്റിലെ ഏജൻസ് അവർ വന്ന് ചോദിക്കുകയാണെങ്കിൽ നീ തന്നെ അതെടുത്തു കൊടുത്തോ. ഇത് കേട്ട് ഐസ്ബർഗ് പ്രത്യേകിച്ച് ഒന്നും പറയാതെ അങ്ങനെ തിരിഞ്ഞു നടക്കും. കുറച്ചു നേരം അവൻ മുൻപോട്ട് നടന്ന് ഇപ്പൊ ഫ്രാങ്കിയെ തിരിഞ്ഞു നോക്കും. അതിനുശേഷം ഐസ്ബർഗ് പറയും, സത്യത്തിൽ എനിക്ക് നിന്നെ തീരെ ഇഷ്ടമല്ല. പക്ഷെ ഇപ്പൊ എനിക്ക് നിന്നെ കാണുമ്പോ ഒരുപാട് സന്തോഷം തോന്നുന്നു. ആരുമില്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന എനിക്ക് ഇപ്പൊ ആരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പറഞ്ഞ് ഐസ്ബർഗ് കരയാൻ തുടങ്ങും. അത് കണ്ട് ഫ്രാങ്കിക്കും അവന്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അവനും പൊട്ടിക്കരയും. ഐസ്ബർഗ് വീണ്ടും അവനോട് റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് നീ ഇവിടുന്ന് പോണം. അതിന് ഫ്രാങ്കി ദേഷ്യപ്പെട്ടു പറയും, എനിക്കൊരിക്കലും ഇവിടുന്ന് പോകാനായിട്ട് കഴിയില്ല, ഞാൻ ഇവിടുന്ന് പോകില്ല എന്ന് പറഞ്ഞ് അവൻ അലറും. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റില് സാഞ്ചി ആണെങ്കില് ഫ്രാങ്കിയുടെ കെട്ടുകളൊക്കെ അഴിച്ച് അവനെ സ്വതന്ത്രനാക്കും. ഫ്രാങ്കി ടെൻഷനായിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും ആ ഒരു ബ്ലൂ പ്രിന്റ് അത് സേഫ് ആയിട്ട് സൂക്ഷിക്കണം. പക്ഷെ അതിനു മുൻപ് എനിക്കൊരു കണക്ക് തീർക്കാനുണ്ടെന്ന് പറഞ്ഞ് ലൊച്ചി പറഞ്ഞ ആ ഒരു കാര്യം അവൻ ആലോചിക്കും. നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഐസ്ബർഗിനെ ഞങ്ങൾ കൊന്നു കളഞ്ഞു. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ലൂഫി, ആ ചിന്ന പെണ്ണ്, പൗലി, ഫ്രാങ്കി ടീംസ് അവരെല്ലാവരും ഇപ്പൊ ട്രെയിനിന്റെ അകത്തേക്ക് വരും. എന്നിട്ട് കാര്യമായിട്ട് എന്തൊക്കെയോ ഡിസ്കസ് ചെയ്യും. പൗലി ആണെങ്കിൽ ഇതുവരെ യഥാർത്ഥ കൾപ്രിറ്റ്സ് അതാരാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോഴാണെങ്കിൽ പൗലിക്ക് അത് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ കൾപ്രിറ്റ്സ് ആരൊക്കെയാണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പൗലി പറഞ്ഞു കൊടുക്കും. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇപ്പൊ ലൂഫി പറയും, അവരുടെ ടീമിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആ ലുച്ചിയാണ്, അവനെ അടിക്കുക അത് ഞാനായിരിക്കും. ഇവരാണെങ്കിൽ ഇവിടെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും ആ കുഞ്ഞിപ്പെണ്ണ് അവള് നാമിക്ക് അടുത്തതായിട്ട് വരുന്ന വലിയൊരു അക്വാലോഗിന്റെ വേവ്സ് കാണിച്ചു കൊടുക്കും. നാമിക്കാണെങ്കിൽ അത് കണ്ട് ഹാർട്ട് ബീറ്റ് കൂടാൻ തുടങ്ങും. ഗ്രാൻമ ആണെങ്കിൽ കോക്പിറ്റില് അങ്ങനെ ഹായ് ആയിട്ടിരിക്കുകയാണ്. എന്നെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല, ഞാൻ ഈ ട്രെയിനിനെ റെയിൽവേ ട്രാക്കിൽ എത്തിക്കാം എന്ന് മാത്രമാണ് നിങ്ങൾക്ക് വാക്ക് തന്നത്. ഇനി എല്ലാം ഈ ട്രെയിനിന്റെ കയ്യിലാണ്. എന്നെ കൊണ്ട് ഇതിന് ബ്രേക്ക് പോലും പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ല. നാമി ദയനീയമായിട്ട് ഇപ്പൊ ലൂഫിയെ നോക്കും. പക്ഷെ ലൂഫി ആണെങ്കിൽ അതൊന്നും മൈൻഡ് പോലും ചെയ്യില്ല. ലൂഫി എല്ലാവർക്കും നേരെ കൈ നീട്ടി നിൽക്കും. ഇത് ആക്ച്വലി നമ്മുടെ യുദ്ധമാണ്, നമ്മൾ എല്ലാവരും ചേർന്ന് വേണം ഈ ഒരു യുദ്ധം അത് നയിക്കാൻ. നമ്മുടെ പവറിന് മുൻപില് ഈ വേവ്സ് ഒന്നും വലിയ കാര്യമല്ല എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൈ കോർക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.